എല്ലാവർക്കും നമസ്കാരം. ഡയറക്ടറേറ്റിൽ നിന്നും ഇക്കഴിഞ്ഞ ഡിസംബറിൽ GDS ജീവനക്കാരുടെ പെയ്ഡ് ലീവിനെ സംബന്ധിച്ച് പുറത്തിറങ്ങിയ പുതിയ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്കിന്ന് നോക്കാം. ഈ ഉത്തരവ് പ്രകാരം ഇനി മുതൽ GDS ജീവനക്കാർക്ക് അവരുടെ പെയ്ഡ് ലീവ് 45 ദിവസം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നിലവിൽ GDS ജീവനക്കാരുടെ പെയ്ഡ് ലീവിന്റെ എണ്ണം 20 ആണ്. ഓരോ ഹാഫ് ഇയറിന്റെ ആരംഭത്തിൽ, അതായത് ജനുവരി 1-നും ജൂലൈ 1-നും 10 പെയ്ഡ് ലീവ് വീതം അവരുടെ ലീവ് ബാലൻസ് ക്രെഡിറ്റ് ആവുന്നതാണ്. ഒരു പ്രധാന കാര്യം, ഈ ലീവ് അവർക്ക് എൻകാഷ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഒറ്റത്തവണയായോ സ്പ്ലിറ്റ് ചെയ്തോ ഈ ലീവ് അവർക്ക് എടുക്കാൻ സാധിക്കും. മെറ്റേണിറ്റി ലീവിനോടൊപ്പവും ലീവ് വിത്തൗട്ട് അലവൻസിനോടൊപ്പവും അവർക്ക് ഇത് കമ്പൈൻ ചെയ്തെടുക്കാവുന്നതാണ്. സൺഡേസോ പോസ്റ്റൽ ഹോളിഡേസോ പ്രിഫിക്സ് ആയോ സഫിക്സ് ആയോ ചേർത്തെടുക്കാവുന്നതാണ്. ആവശ്യമായ ലീവ് ബാലൻസ് ഉണ്ടെങ്കിൽ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ അപ്രൂവലോടുകൂടി ഈ ലീവ് ഒറ്റത്തവണയായും എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഉത്തരവ് ജനുവരി 1, 2026 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.